അറിയുന്നതും കേൾക്കുന്നതൊക്കെ അല്ലാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യമായ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളുടെയും ഇഷ്ടക്കാരുടെയും കുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. അവരെയും നമ്മെയും നമ്മുടെ ഇഷ്ടക്കാരെയും നമ്മുടെ കുഞ്ഞു മക്കളെയും ഒക്കെ എല്ലാവിധ അപകടങ്ങളെ തൊട്ടും പരാതി മുസീബത്തുകളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും നമുക്ക് കാല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബഹുമാനികളെ, ഈ ദുനിയാവിൽ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതികൂലമായ സാഹചര്യവും നമുക്ക് യോജിക്കാൻ കഴിയാത്ത, ഇഷ്ടപ്പെടാത്ത അവസ്ഥയിലുമാണ് നമ്മൾ വെറുക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലതും, നമുക്ക് നല്ലതായി തോന്നുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് പരാജയവും നാശവുമായി തീരുന്ന ഒരവസ്ഥയിലാണ് അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെയും ഈ ഭൂമി ലോകത്തുള്ള സൗകര്യങ്ങളൊക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അല്ലാഹുവും അവൻ്റെ പ്രവാചകരും നമുക്ക് എന്താണ് ഇഷ്ടപ്പെടുക എന്നുകൂടി പരിഗണിച്ചുകൊണ്ടാണ്. അല്ലാഹു തആല നമുക്ക് ഇഷ്ടപ്പെടുന്നതും നമുക്ക് അനുവദിച്ചു തന്നതും നമുക്ക് അല്ലാഹു തആല ഹലാലാക്കി തന്നതുമായ കാര്യങ്ങളിൽ നിന്ന് നല്ലത് നമ്മൾ സ്വീകരിക്കുക, അല്ലാത്തത് നമ്മൾ വർജിക്കുക എന്നത് അനിവാര്യമാണ്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അർബഉൻ മിൻ സഅദത്തിൽ മർഇ, ഒരു മനുഷ്യൻ്റെ ഭൗതിക ലോകത്തെ വിജയത്തിൻ്റെ, ജീവിത വിജയത്തിന് നിദാനമാകുന്ന 4 കാര്യങ്ങൾ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അന്തകൂന സൗജത്തുഹു സ്വാലിഹ, ഒന്നാമതായിട്ട് അവൻ്റെ ഭാര്യ സ്വാലിഹത്തായ പെണ്ണാവുക. അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, ലോകത്ത് ജീവിത വിജയത്തിൻ്റെ പ്രധാന മാനദണ്ഡമാക്കിയിട്ട് അല്ലാഹു തആല അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നത് ഒന്നാമതായി ഉണ്ടാവേണ്ടത് അവൻ്റെ ഭാര്യ സ്വാലിഹത്താവുക എന്നതാണ്. ഭാര്യ സ്വാലിഹത്താവുക എന്ന് പറഞ്ഞാൽ അത് ഭാര്യ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ശക്കീക്കത്തെ ശങ്കരൻ എന്ന് പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞു വന്നിരുന്നത് പോലെ ഭർത്താവ് എത്ര അലവലാതിയാണോ അതിനനുസരിച്ച് തന്നെ ഭാര്യയാവുക. ചാരിയത് മണക്കുമെന്നാണല്ലോ. അതുകൊണ്ട് ഭാര്യനെ കുറ്റം പറയാൻ വേണ്ടിയല്ല ഞാനത് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ നിലവാരം ഇന്ന് വളരെ മോശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു, സ്വാലിഹത്തായ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഒന്നാമതായി നദറ ഇലൈഹാ സർറത്തുഹു, അവളിലേക്ക് നോക്കിയാൽ അവൾ ഭർത്താവിനെ സന്തോഷിപ്പിക്കുകയും, വൈദ അമറ അത്വാഅത്തുഹു, ഭർത്താവ് കൽപ്പിച്ചാൽ അതനുസരിക്കുകയും, അതേപോലെ തന്നെ വൈദ ഗാബ അൻഹാ ഹഫിളത്തുഹു, അവൻ നാട്ടിലില്ലെങ്കിൽ, അവൻ പുറത്താണെങ്കിൽ, അവൻ മറഞ്ഞവനാണെങ്കിൽ ആ ഭർത്താവിന് വേണ്ടി അവളുടെ ശരീരത്തെയും അവളുടെ അഭിമാനത്തെയും ഒക്കെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന പെണ്ണാണ് സ്വാലിഹത്തായ പെണ്ണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ആ പെണ്ണ് നന്നായി കിട്ടുക എന്നതാണ് ഒന്നാമതായിട്ട് ജീവിത വിജയത്തിന് നിദാനമായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, പെണ്ണെന്ന് പറയുന്നത് ഭൂമി ലോകത്ത് അള്ള പഠിച്ച വസ്തുക്കളിൽ മോശപ്പെട്ടൊരു സാധനമൊന്നുമല്ല. പെണ്ണത്ര മോശമല്ല. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് ഈ ലോകത്തിൽ നിന്ന് 2 സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടതുള്ളൂ. എനിക്ക് ഇഷ്ടമെന്ന് പറയാനുള്ള 2 സാധനം ഈ ലോകത്തുള്ളൂ. അതിലൊന്ന് ആ തീബു, അത് സുഗന്ധദ്രവ്യമാണ്. രണ്ടാമത്തത് വൻ നിസാവു, സ്ത്രീയാണ്. ഇത് രണ്ടുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഖുറത്തു ഐനി ഫി സ്വലാ, എൻ്റെ കണ്ണിൻ്റെ കുളിർമയാകുന്നത്, എൻ്റെ മനസ്സിന് സന്തോഷം നൽകുന്നത്, എൻ്റെ കണ്ണ് കുളിർമയാകുന്നത് ഞാൻ നിസ്കരിക്കുമ്പോഴാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതും കാണാം. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല സാധനം തന്നെയാണ്. പക്ഷെ ഏറ്റവും നന്നായത് കൊണ്ട് മാത്രം അങ്ങനെ എല്ലാം നന്നായിക്കൊള്ളണമെന്നോ അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ളത് നന്നായിക്കൊള്ളണമെന്നോ ആ പറഞ്ഞതിനൊന്നും അർത്ഥമില്ല. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അലി റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു ഹദീസിൽ കാണാം, അഖ്വഫു മാ അഖാഫു അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ മേൽ ഞാൻ ഏറ്റവും പേടിക്കുന്നത് അൻ നിസാഉ, പെണ്ണുങ്ങളും, വൽ ഖംറു, കള്ളുമാണ്. ഇത് രണ്ടുമാണ് എൻ്റെ സമുദായത്തെ നശിപ്പിക്കുക. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ആ ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ലോകത്ത് സമുദായത്തിന്റെ ഒരു മനുഷ്യൻ നന്നാവണമെന്ന് വിചാരിച്ചാലും കഴിയാത്ത വിധം
ലോകം ഇന്ന് ആ നിലയിൽ അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി മാറിയത് അള്ളാഹുവിന്റെ പ്രവാചകർ പേടിച്ച ഒരവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ടാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, കൈഫ ബിക്കും അയ്യുഹന്നാസു, ജനങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും ജീവിതം എന്ന് പറഞ്ഞാല്, ഇതാ ത്വഗാ നിസാഉക്കും, നിങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ ചമ്മാടിച്ചികളാവുകയും ഫസക്ക ഫിത്തിയാനുക്കും, നിങ്ങളുടെ ചെറുപ്പക്കാരൊക്കെ ചമ്മാടിത്തരത്തിന്റെ പിന്നാലെ പോവുകയും ചെയ്യാൻ തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും ലോകം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വഹാബാക്കളോട് ചോദിച്ചു. സ്ത്രീകൾ ആ നിലയിൽ വൃത്തികേടിന്റെ പിന്നാലെ പോകുക, അള്ളാഹു നിർണയിച്ച പരിധികളോ പരിമിതികളോ ഒന്നും പാലിക്കാതെ താന്തോന്നികളായി അങ്ങാടിയിൽ തെണ്ടിത്തിരിയുന്ന വിലസുന്ന സൗന്ദര്യം കാട്ടി നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പെണ്ണ് വരികയും ചെറുപ്പക്കാർ അതിനനുസരിച്ച് മാറുകയും ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്ന് നബി ചോദിച്ചപ്പോ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്ന ഹാദാ ലകായിൻ, അങ്ങനെ സംഭവിക്കുമോ? പെണ്ണുങ്ങൾ അങ്ങനെ ആവോ? നമ്മുടെ ചെറുപ്പക്കാരൊക്കെ തെമ്മാടികളാവുമോ പ്രവാചകരെ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നാം അതെ, വഅശദ്ദു മിൻഹു, അതിനേക്കാൾ കടുപ്പമായത് സംഭവിക്കാൻ പോകുന്നുണ്ട്. അതിനേക്കാൾ കാഠിന്യം കൂടിയ അവസ്ഥ, വളരെ പരിതാപകരമായ അവസ്ഥ ഈ സമുദായത്തിൽ വരാൻ പോകുന്നുണ്ട് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. എപ്പോഴാണത് സംഭവിക്കാൻ പോകുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ആ പെണ്ണുങ്ങള് പൊന്ന് വെള്ളി ആഭരണങ്ങളിൽ ആകൃഷ്ടരാവുകയും പേർഷ്യയിൽ നിന്ന് വരുന്ന ഉടയാടകൾ അവർ ധരിക്കുകയും, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാണിത്, പേർഷ്യയിൽ നിന്ന് വരുന്ന, ഷാം എന്ന് പറഞ്ഞാൽ പഴയ പേർഷ്യ, ഇപ്പോഴത്തെ ഗൾഫ് എന്ന് പറയുന്ന വിദേശത്ത് നിന്ന് വരുന്ന വസ്ത്രങ്ങൾ, ഉടയാടകൾ അവർ ധരിക്കുകയും, അതേപോലെ തന്നെ യമനിൽ നിന്ന് വരുന്ന അലങ്കാരങ്ങൾ കൊണ്ട് അവർ അലങ്കാരം, മുഖവും ശരീരവും ഒക്കെ പെയിന്റ് അടിച്ചിട്ടും മുട്ടിയിട്ടിട്ടൊക്കെ അലങ്കാരപ്പെടുത്തുകയും ചെയ്താൽ അവർ ചെക്കന്മാരുടെ പിന്നാലെ, പണക്കാരുടെ പിന്നാലെ ആ പെണ്ണുങ്ങള് അവരെ പിന്തുടരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരും. അത് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെയാണ് ഈ നാശത്തിന്റെ കാലമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് ഫത്തബീനൽ ഖനിയ എന്നാണ്. പക്ഷെ ഇപ്പൊ അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് വേറെ വാക്കാണ്. അത് കേട്ടാൽ നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാവും. ലിവിങ് ടുഗദർ എന്നാണ് ഇപ്പൊ അതിന് പറയുന്ന പേര്. ഇഷ്ടമുള്ളവന്റെ ഒപ്പം ഇഷ്ടമുള്ള പോലെ ജീവിക്കുക എന്നതാണ്. ഇന്നൊരാളാണെങ്കിൽ ഇന്നൊരാള്, നാളെ വേറൊരാള്, മറ്റന്നാൾ വേറൊരാള്. അത് നല്ലൊരു പേരിട്ടതാണ് ലിവിങ് ടുഗദർ. സുപ്രീം കോടതി പോലും അംഗീകരിച്ചതാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ അടുക്കൽ അത് തെറ്റല്ല, അത് അനുവദിക്കപ്പെട്ടതായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഇപ്പോ ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. കാളയ്ക്ക് ഇന്നൊരു വേളി, നാളെ മറ്റൊരു വേളി, മറ്റന്നാളും പിറ്റന്നാളും വേറെ വേറെ വേളി എന്ന് പറഞ്ഞതുപോലെ എന്തു ആവാം. പൂച്ചപ്പൂരിക്കൊരു ഇന്നൊരു ഭാര്യ, നാളെ മറ്റൊരു ഭാര്യ എന്നതുപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് ലോകത്ത് സംഭവിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇന്ന് ലോകം അത് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ വരുന്ന വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ലോക മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വാർത്ത നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ പറഞ്ഞിരിക്കുകയാണ്, ഇടവേളകളിൽ സമയം പാഴാക്കാൻ പാടില്ല. ഓഫീസ് ജീവനക്കാർ, ആണും പെണ്ണും ഒക്കെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ആ ഓഫീസിലെ ഇടവേളകളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. പുടിൻ പറഞ്ഞിരിക്കുകയാണ്, കുട്ടികളില്ലാതെ ജനനം കുറഞ്ഞു വന്നിരിക്കുകയാണ്, അതുകൊണ്ട് കുട്ടികൾ ഉണ്ടാക്കണ പണി ഗവൺമെന്റ് ചെലവിൽ തന്നെ, ഓഫീസിന്റെ ഇടയിൽ തന്നെ നടന്നോട്ടെ എന്ന് ആരാ പറയുന്നത്? രാഷ്ട്രത്തിന്റെ തലവൻ പറയാ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തമാശയായി തോന്നും, വെറും തമാശയല്ല. അപ്പോഴാ ഇത് കണ്ടപ്പോഴാണ് നമ്മുടെ നാട് എങ്ങനെയാണെന്നൊന്ന് പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു. കേരളം ഇവിടെ എന്താ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുമ്പോ 2014 കേരളത്തിലെ ജനന നിരക്ക് 5,34,000 കുഞ്ഞുങ്ങളാണ് 2014 കേരളത്തിൽ പ്രസവിക്കപ്പെട്ടത്. 2014 ഒരു വർഷത്തിൽ 5,34,000 കുട്ടികൾ കേരളത്തിൽ പ്രസവിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ 2024 10 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിൽ ആകെ പ്രസവിക്കപ്പെട്ടത് 3,45,000 കുട്ടികളാണ്. 2 ലക്ഷത്തിന്റെ കുറവ്. 2 ലക്ഷം കുട്ടികളാ കുറഞ്ഞിരിക്കുന്നത്. കുറച്ചല്ല, 10 കൊല്ലം കൊണ്ടുള്ള കുറവാണ്. അത് എല്ലാ കൊല്ലവും
കൃത്യമായി തന്നെ വരുന്നുണ്ട്. അതിൽ ഏറ്റവും കുറവ് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പൊ അതിന് കാരണം അവർ തന്നെ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥകളായ പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ താല്പര്യമില്ല, പ്രസവിക്കാൻ ഒഴിവുമില്ല. അതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് ജോലി മതി, ഇനിയിപ്പോ കൊട്ടിയനും വേണ്ട, കുടുംബവും വേണ്ട, മക്കളും വേണ്ട, കുടുംബവും വേണ്ട, ഈ ജോലി കിട്ടിയാൽ മതി, ആ നിലപാട് മതി. പിന്നെ കൂടെ ഒരാണിനെ സംബന്ധിച്ചിടത്തോളം ലിവിങ് ടുഗദറാണ്, എവിടെയും കിട്ടുമല്ലോ, ഫോൺ നമ്പർ കൊടുത്ത് ആരും വിളിച്ചു കൂട്ടിക്കൊണ്ടുപോകും എന്ന നിലവാരത്തിലേക്ക് ലോകം മാറുമ്പോൾ നമ്മൾ ആലോചിക്കുക, ലോകം അതുകൊണ്ട് തന്നെ ജീവിതം വളരെ ദുസ്സഹമായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എന്തിനും ലോകത്ത് വലിയ പുരോഗതികളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം പെരുകുന്നത് ഇവിടെ സന്താനങ്ങൾ കുറയുന്നു എന്ന് നമ്മുടെ കണക്കാണ്. 10 കൊല്ലം കൊണ്ട് 2 ലക്ഷം പ്രസവം കേരളത്തിൽ കുറഞ്ഞു. എന്നാ കൂടിയതൊന്നുണ്ട് ഇവിടെ. 2022 490 ആത്മഹത്യ നടന്നിട്ടുണ്ട് കേരളത്തിൽ. 8490 ആത്മഹത്യ. അതിൽ 76% പുരുഷന്മാരാണ്, ബാക്കി 24% പെണ്ണുങ്ങളും. പെണ്ണുങ്ങൾക്ക് അന്തണ്ട്, ആണുങ്ങൾക്ക് അന്തല്ലാതെ കിട്ടുന്നുണ്ടല്ലോ. ചാകണ മുഴുവൻ 76% ചത്തതും ആത്മഹത്യ ചെയ്തതും ആണുങ്ങളാണ്, പെണ്ണുങ്ങളല്ല. അവർക്ക് കുറച്ചാലും കൂടി ജീവിക്കണം എന്നുള്ള നിലവാരമുണ്ട്. ആണിന് ജീവിക്കാൻ ഈ ലോകം പറ്റില്ല. ആണുങ്ങൾ ആ നിലയിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുകയാണ്. 2023 ആ 8490 എന്നത് മാറിയിട്ട് 10972 പേരാണ് 2023 ആത്മഹത്യ ചെയ്തത്. 2300 ആളുകളുടെ കൂടുതലാണ്. ഒറ്റ കൊല്ലം കൊണ്ട് ആത്മഹത്യയിൽ 2300ഓളം ആളുകൾ കൂടി. അതിൽ തന്നെ ആണിന്റെയും പെണ്ണിന്റെയും കണക്ക് 8811 പുരുഷന്മാർ ആത്മഹത്യ ചെയ്തപ്പോ 2161 സ്ത്രീകളെ ആത്മഹത്യ ചെയ്തിട്ടുള്ളൂ. ഇവിടെ പറയുന്നത് എന്താ? പെണ്ണുങ്ങൾക്ക് സുഖല്ല, പെണ്ണുങ്ങൾക്ക് പീഡനമാണ്, പെണ്ണുങ്ങൾക്ക് പ്രയാസമാണ്. പെണ്ണുങ്ങൾക്ക് ഒരു പീഡനം പെടില്ല. പെണ്ണുങ്ങൾ താന്തോന്നികളായി, തമ്മാടിച്ചുകളായി മാറി അവരുടെ ഇഷ്ടം പോലെ തോന്നിയാസം കളിച്ച് ജീവിക്കുകയാണ് സ്ത്രീകൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ആത്മഹത്യകൾ പെരുകുകയാണ്. ആണുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നതിൽ അധികവും. അതിൽ കൂടുതലും 76% ആണുങ്ങൾ, അതിൽ തന്നെ 40% അതിൽ തന്നെ 56% ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരിൽ 56% 40 വയസ്സിൽ താഴെയുള്ളവരാണ്, ചെറുപ്പക്കാരാണ്. ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് അവർക്ക് മനസ്സിലായി ഇവിടെ ജീവിക്കാൻ പറ്റൂല, ജീവിക്കാൻ അനുവദിക്കൂല. ഇന്ത്യയിലെ ശരാശരി 1 ലക്ഷത്തിന് 13 പേരാണ് ആത്മഹത്യയെങ്കിൽ, 1 ലക്ഷത്തിൽ 13 പേരാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ, വിദ്യാസമ്പന്നരെന്ന് അഭിമാനിക്കുന്ന, വരുമാനമുണ്ട്, ജോലിയുണ്ടെന്ന് വിചാരിക്കുന്ന കേരളത്തിലെ ശരാശരി 1 ലക്ഷത്തിന് 28.81% മറ്റത് 1 ലക്ഷത്തിന് 13%. ഇവിടെ 28.81% കേരളത്തിൽ. ഇന്ത്യയിലുള്ള ആത്മഹത്യയേക്കാൾ ശരാശരി നിരക്ക് കേരളത്തിൽ ഇരട്ടിയിലധികമാണ്. അപ്പൊ എന്താ അതിന് കാരണം? നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ ജീവിക്കുന്ന ജീവിതം, നമ്മുടെ ജീവിതത്തിനാണ് കുഴപ്പം. നമ്മൾ ജീവിക്കുന്ന നിലവാരത്തിൽ വലിയ മാറ്റം വരുത്തേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണ്. ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറണം. നമ്മൾ പുരുഷന്മാരിൽ നന്നാവണം. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരാതെ നമുക്ക് ഒരു നിലയ്ക്കും സമാധാനത്തോടുകൂടെ ജീവിക്കാൻ ഈ ലോകത്ത് കഴിയാത്ത അത്ര വലിയ പ്രയാസങ്ങൾ ലോകം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ലോകം മുന്നോട്ട് പോകുന്നത്. അതിനൊന്നാമതായിട്ട് കാരണം പറയുന്നത് എന്തുകൊണ്ട് പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നു? സാമ്പത്തിക പ്രതിസന്ധി. സാമ്പത്തികം തന്നെയാ. 10,000 റുപ്യ വരുമാനമുള്ളവന്റെ കയ്യിൽ 30,000ന്റെ മൊബൈലാണ്. ആകെ മാസത്തിൽ 10,000 വരുമാനമുള്ളവൻ മാസത്തിൽ 12,000 EMI അടക്കേണ്ട ലോൺ ഉണ്ടാവും. പിന്നെ അവന്റെ കുട്ടികൾക്ക് അരി വാങ്ങാൻ വേറെ മാർഗം ഉണ്ടാവില്ല. ലോൺ എടുത്തത് അടയ്ക്കാൻ വേറെ മാർഗം ഇല്ലെങ്കിൽ പിന്നെ മാർഗം എന്താ? രാവിലെ തന്നെ നമ്മുടെ വീട്ടിന് മുമ്പിൽ വന്ന് ഓണടിക്കുന്ന അണ്ണാച്ചിയുടെ കയ്യിൽ നിന്ന് വട്ടിപ്പലിശക്കാരിൽ നിന്ന് പലിശ വാങ്ങുക. ഈ കിട്ടുന്ന വരുമാനം മുഴുവൻ അവർക്ക് പലിശ കൊടുക്കാനേ ഉള്ളൂ. കടം പിന്നെ വീട്ടൂല. ആ കടം വീട്ടാൻ കഴിയില്ല. ആ കടം കൂടി വന്നിട്ട് അവസാനം ആത്മഹത്യയില്ലാതെ മറ്റൊരു മാർഗവുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തിലെ ആർഭാടത്തിനോടുള്ള താല്പര്യം, ആരെങ്കിലും കാട്ടുന്നത് കണ്ടിട്ട് കാട്ടുകയാണ്. ഒരു വരുമാനവും ഇല്ലാത്തവനാണ് വാങ്ങുന്നത്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ വരുമാനത്തെ പറ്റി നമുക്ക് ബോധമില്ല.
നമ്മൾ എന്താണ് വാങ്ങിക്കൂട്ടുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്ക്. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഒരു ഹദീസ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. യഅതി അലന്നാസി സമാനുൻ, സമുദായത്തിൽ ഒരു കാലം വരാൻ പോകുന്നുണ്ട് ജനങ്ങൾക്ക്. അവരുടെ ഹിമ്മത്തുഹും, അവരുടെ ലക്ഷ്യം ബുത്തൂനുഹും, പള്ള മാത്രമാണ്, വയറ്. തിന്നണം. ആ തിന്നണം എന്നതിൻ്റെ അപ്പുറം ആ മുന്തിയത് വാങ്ങി തിന്നണം. അതിന് മന്തി വേണം, അല്ലെങ്കിൽ അതിലേറെ മുന്തിയത് വല്ലതും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ വേണം. ഭക്ഷണമാണ് മുഖ്യ പ്രശ്നം. തിന്നാൻ വേണ്ടിയുള്ള ജീവിതമായിട്ട് മാറുകയാണ്. അവര് ശ്രേഷ്ഠതയായി കണക്കാക്കുന്നത്, ഒരു വ്യക്തിയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് എന്താ? നമ്മൾ കുറച്ചു കാലം മുമ്പൊക്കെ വിവരമായിരുന്നു. വിവരമുള്ള ആളുകളാണ് ശ്രേഷ്ഠന്മാര്. ഇപ്പൊ വിവരത്തിൽ യാതൊരു സ്ഥാനവും കൽപ്പിക്കപ്പെടുന്നില്ല. വിവരം ഉണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നെയോ ഇപ്പോ ഒരു കുടുംബത്തിന്റെ പ്രസ്റ്റേജായി കണക്കാക്കപ്പെടുന്നത് അവരുടെ മത്താവും വീട്ടിലുള്ള ഹോം അപ്ലയൻസുകളാണ്. വീട്ടുപകരണങ്ങൾ, മിക്സി, ഫ്രിഡ്ജ് ഉണ്ടോ, 72 ഇഞ്ചിന്റെ TV ഉണ്ടോ, അതുപോലെ മിക്സി ഗ്രൈൻഡർ ഉണ്ടോ, അതേപോലെ ഇനി എന്തൊക്കെ വാങ്ങിക്കൂട്ടാൻ പറ്റുമോ ഇത് മുഴുവൻ, വീട്ടിലത് ആവശ്യമുണ്ടോ ഇല്ലയോ, അതെനിക്ക് താങ്ങാൻ പറ്റുമോ പറ്റൂലയോ, ഇതൊന്നും വിഷയമല്ല, വാങ്ങിക്കൂട്ടണം. അതിന് കടക്കാർ EMI ആനുകൂല്യം ലഭ്യമാണ്. ബജാജിന്റെ പലിശ കമ്പനി ഉണ്ട്. ബജാജിൽ നിന്ന് പലിശ എടുത്തവരാരെങ്കിലും ഒരു 20 കൊല്ലത്തിനപ്പുറം ജീവിച്ചിരിപ്പുണ്ടോ എന്നെ സംശയം. അങ്ങനത്തെ പലിശ കമ്പനികളായൊക്കെ നമ്മളെ വട്ടം കറക്കുകയാണ്, നമ്മുടെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ്. വാങ്ങിക്കൂട്ടുകയാണ്. അത് വേണോ വേണ്ടയോ, ആവശ്യമുള്ളതാണോ അല്ലയോ എന്നതൊന്നും നമുക്കിപ്പോ പ്രശ്നമല്ല. അവരുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് മത്താവുഹും, വാങ്ങിക്കൂട്ടലാണ്. വീട്ടുപകരണങ്ങൾ, വീട്ടിലേക്ക് വേണ്ട ഉപകരണങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടുക. എല്ലാ സാധനങ്ങളും എന്തുണ്ടെങ്കിലും അപ്പം അത് വാങ്ങാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ അവസ്ഥ നമ്മൾ ആലോചിക്കുക. നമ്മളിപ്പോ അതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പരാജയം. പിന്നെ അവരുടെ മതബോധം എന്ന് പറയുന്നതോ ദീനുഹും, അവരുടെ മതം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ദറാഹിമുഹും ദനാനീറുഹും, അവർക്ക് വേണ്ടത് കുറച്ച് ദിർഹമും കുറച്ച് ദീനാറുമാണ്, കുറച്ച് പൊന്നും കുറച്ച് വെള്ളിയും, അല്ല കുറച്ച് സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളുമാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. പൊന്നിനും വെള്ളിക്കും വേണ്ടി, അല്ലെങ്കിൽ നാണയത്തിന് വേണ്ടി, പണത്തിന് വേണ്ടിയാണ് അവർ ജീവിക്കുന്നതും. അവരുടെ മതം അതിനു വേണ്ടിയാണ്. സുന്നത്ത് ജമാഅത്ത് എന്നൊക്കെ നാവ് കൊണ്ട് പറയും, പക്ഷെ സമ്പത്ത് ജമാഅത്താണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. സമ്പത്ത് മുഖ്യ വിഷയമായി മാറി. മുതല് കിട്ടണം, പണം കിട്ടണം, അതിനുവേണ്ടി എന്ത് വേഷം കെട്ടും, ആരും കാട്ടും. അതിൻ്റെ അപ്പുറം ഒരു ആദർശമില്ല, അതിൻ്റെ അപ്പുറം ഒരു ഈമാനുമില്ല, അതിൻ്റെ അപ്പുറം ഒരു അമലുമില്ല. ആ നിലയിലേക്ക് അവരുടെ മതം മാറിപ്പോയി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവർ തിരിയുന്നത് കഅബയിലേക്കല്ല അവരുടെ കിബില. അവരുടെ കിബില നിസാഉഹും, പെണ്ണുങ്ങളാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. പെണ്ണ് അതൊരു മുഖ്യമായ കിബിലയായി മാറുകയാണ്. അവരെ പറ്റിയാണ് ലോകത്ത് ചർച്ച. അവരെ ഏറ്റെടുക്കാനാണ് ആള്, അവരെ സംരക്ഷിക്കാൻ ആള്, അവരെ ന്യായീകരിക്കാൻ ആള്. അവരെന്ത് കാട്ടിയാലും അതിലൊന്നും ഒരു കുഴപ്പവും ആരും കാണൂല. ആ നിലയിലേക്ക് നമ്മുടെ ലോകം അധപ്പതിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉലൈക ശിറാറുൽ ഖൽഖി, പടപ്പുകളിൽ ഏറ്റവും വൃത്തികെട്ട സമൂഹം അവരാണ്. അവരെക്കാളും മോശപ്പെട്ട ഒരു പടപ്പുകൾ ലോകത്ത് വന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ ഖലാഖ ലഹും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് ഒരു ഓഹരിയുമില്ല. അവരുടെ നിസ്കാരത്തിന് ഓഹരിയില്ല. അവരുടെ നോമ്പും അവരുടെ ഏർപ്പാടുകളൊക്കെ അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടാതെ പോകും. അത്ര മോശക്കാരാണ് അവര് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇതിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിന്റെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോഴും ഈ ചളി നമ്മുടെ മേലെ ആവാതിരിക്കണം. ഇതാണൊരു വിശ്വാസി എന്ന് പറയുന്നത്. ചളിയില്ലാത്ത ലോകത്ത് ജീവിക്കുന്നവരല്ല. ഈ ചളിയുടെ ഇടയിലാണ്, ഈ ചളിക്കുണ്ടിലാണ് നമ്മൾ ജീവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ നമ്മളും നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും ആ ചളിക്കുണ്ടിൽ പെട്ടുകൂടാ, ഈ പ്രലോഭനങ്ങളിൽ വീണുകൂടാ. അങ്ങനെ വന്നാൽ നമുക്കും ആത്മഹത്യയില്ലാതെ ദുനിയാവില്ല, ആഖിറയില്ലാതെ കാഫിറായി ചാകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് വളരെ ജാഗ്രത. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, തഖയ്യറു ലിനുതഫിക്കും, കല്യാണം കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നന്നായിട്ട് തിരയണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തഖയ്യറു ലിനുതഫിക്കും, നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണ് നിങ്ങൾക്ക് കാണാൻ ചൊറുക്ക് തോന്നി, അല്ലെങ്കിൽ തൊലിക്ക് വെള്ള നിറമുണ്ട് എന്നതുകൊണ്ടൊരു പെണ്ണിനെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. അല്ലാഹുവിന്റെ റസൂല് പറയും, നിങ്ങൾ നന്നായി തിരയണം. എന്തിന്? ലിനുതഫിക്കും,
നിങ്ങളുടെ മക്കളെ പ്രസവിക്കേണ്ടവളാണ് അവള്. അവളുടെ സംസ്കാരമാണ് നിങ്ങളുടെ മക്കൾക്കുണ്ടാവുക. അവളാണ് നിങ്ങളുടെ മക്കളെ പ്രസവിക്കുന്നത്. അതുകൊണ്ട് തഹയ്യറൂലിനു തഫിക്കും, നിങ്ങളുടെ ആ മക്കളെ പെറുന്ന ഉമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ നന്നായി തിരയണേ. വലാ തളഊഹ ഫീ ഗൈരിൽ അഖ്സിയാൽ, കഫാഅത്തില്ലാത്ത, തുല്യതയില്ലാത്ത, സദാചാരത്തിലും സംസ്കാരത്തിലും ദീനിലും യോജിക്കാത്ത ഒരു പെണ്ണിനെ നിങ്ങൾ സ്വീകരിക്കുകയും അവളിൽ നിങ്ങളുടെ മക്കൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥ വരരുതേ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അതുകൊണ്ടാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണിത്. നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ ആ നിലയിൽ നമ്മൾ യഥാർത്ഥ സംരക്ഷണത്തിലും സുരക്ഷിതത്വത്തിലും ദീനിയായ ആ ചട്ടക്കൂടിലും നിയന്ത്രിച്ചു കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമുക്കും വരാൻ പോകുന്ന ഗതി വളരെ വേദനാജനകമായ ഗതിയാണ്. ലോകത്ത് പുതിയ പുതിയ പ്രശ്നങ്ങള്, ലോകം എല്ലാ ഭാഗത്തും പ്രശ്നങ്ങളാണ്. അള്ളാഹുവിന്റെ അദാബുകൾ ലോകം മുഴുവൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലവിധ പരീക്ഷണങ്ങള്, ഒന്ന് പറഞ്ഞാൽ അപ്പുറം മാറുന്ന ഒരുപാട് പുതിയ പുതിയ പരീക്ഷണങ്ങളും അള്ളാഹുവിന്റെ അദാബുകൾ ഇറങ്ങുന്നത് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറുതെയല്ല. നാം ചെയ്തു കൂട്ടുന്ന തമ്മാടിത്തരത്തിന്റെ, തോന്യാസത്തിന്റെ, മനുഷ്യന്മാര് പ്രവർത്തിക്കുന്ന പാപങ്ങളുടെ ഫലമായിട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ തന്നെ പരിശ്രമിക്കണം. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന